നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഗാർഹിക പീഡനം നടക്കാത്ത ഒരു വീട് പോലും ലോകത്തില്ലെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എബ്രഹാം മാത്യു. മൊബൈൽ ഫോണും ബൈക്കുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും കൊട്ടേഷൻ സംഘത്തിലെ അംഗമാകാനും അക്രമം നടത്താനുമുള്ള സ്ഥിതിവിശേഷമാണ് നാട്ടിലുള്ളതെന്ന് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ചന്ദ്രശേഖരൻ. വാഹനരേഖകൾ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഉടമകളിൽ നിന്നും പണം തട്ടിയ RT ഏജന്റിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളത്തൂപ്പുഴയിലെ അനധികൃത റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി തുടങ്ങി. വാർത്തകൾ വിശദമായി. ഗാർഹിക പീഡനം നടക്കാത്ത ഒരു വീട് പോലും ലോകത്തില്ലെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എബ്രഹാം മാത്യു. പീഡനത്തിന്റെ തോതിലാണ് വ്യത്യാസമുള്ളത്. ഗാന്ധി ഭവനിൽ കെൽസ ലീഗൽ എയ്ഡ് ക്ലിനിക്കിന്റെ 4ാം വാർഷികവും മെഗാ ലോകതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും ഗാർഹിക പീഡന നിയമമല്ല പറയുന്നത്. അത് കേട്ടാൽ നമുക്ക് എന്ത് തോന്നും? ഗാർഹിക പീഡനത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണെന്നാണ്. അത് ഗാർഹിക പീഡന നിയമമല്ല. സത്യത്തിൽ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമാണ്. നമുക്കറിയാം, ഗാർഹിക പീഡനം നടക്കാത്ത ഒരു കുടുംബവും ഈ ലോകത്തിലില്ല. അതിന്റെ തോതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിന്റെ ഡിഗ്രി, നമ്മൾ എന്തുമാത്രം ഒരാളെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. കാരണം മനുഷ്യനാകുന്നിടത്തോളം കാലം പ്രശ്നങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ അടിമയായിരിക്കണം. അദാലത്തുകളിലൂടെയുള്ള പ്രശ്നപരിഹാരം ജനാധിപത്യക്രമത്തിൽ നിയമവാഴ്ചയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു കൂട്ടരും ജയിക്കുന്നു, രണ്ടു കൂട്ടരും തോൽക്കുന്നു. കാരണം ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് അദാലത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വഴക്കുകളും എല്ലാ തർക്കങ്ങളും അദാലത്ത് വഴി നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ നിയമവാഴ്ചയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും അത്. പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് അശോക് മേനോൻ അധ്യക്ഷനായി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. ആദിവാസി മേഖല ലീഗൽ ലിറ്ററസി പദ്ധതിയുടെ ഉദ്ഘാടനം കെൽസ മെമ്പർ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായ P മോഹനദാസ് നിർവഹിച്ചു. MACT ജില്ലാ ജഡ്ജ് K രാജമോഹനൻ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്, അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ, സന്തോഷ് കുമാർ, ഷിബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാഹനരേഖകൾ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഉടമകളിൽ നിന്നും പണം തട്ടിയ RT ഏജന്റിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ വാളക്കോട് സ്വദേശി ശരചന്ദ്രനാണ് പിടിയിലായത്. പുനലൂർ RT ഓഫീസുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുടെ രേഖകൾ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ ആളെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻപ് RT ഏജന്റായി പ്രവർത്തിച്ചിരുന്ന വാളക്കോട് താഴേക്കടവാതുക്കൽ വേങ്ങവിള വീട്ടിൽ 33-കാരനായ ശരത്ചന്ദ്രനാണ് അറസ്റ്റിലായത്. ആയൂർ സ്വദേശി ജമാൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. അന്വേഷണത്തിൽ ഇയാൾ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ് ഇയാൾ പിടിയിലായത്. പുനലൂർ SI ബെന്നിലാലുവിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ ചെമ്മന്തൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 13 ദിവസമായിട്ടും ഇടമൺ 34 നിവാസികൾക്ക് കുടിവെള്ളമില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ പുനലൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് തള്ളിക്കയറി. ഇടമൺ 34-ലെ വാട്ടർ ടാങ്കിൽ നിന്നുള്ള ജലവിതരണം മുടങ്ങി 13 ദിവസം പിന്നിട്ടിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പുനലൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സമരം. ഇടമൺ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഇടമൺ 34-ലെ വാട്ടർ ടാങ്കിന്റെ യന്ത്രഭാഗങ്ങളും വൈദ്യുത സംവിധാനവും 2 ആഴ്ച മുൻപുള്ള ഇടിമിന്നലിൽ നശിച്ചിരുന്നു. വൈദ്യുതി സംവിധാനം പ്രവർത്തനക്ഷമമാക്കിയെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് യന്ത്രങ്ങൾ ശരിയാക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറായിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ജല അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. ഞങ്ങൾ ഓരോ വീട്ടുകളിലെയും കിണറുകളിൽ ചെന്ന് വെള്ളം കൊണ്ടുവരിക, ദൂരെ ചെന്ന് വെള്ളം കൊണ്ടുവരിക. കിണറുകളിലെങ്ങും വെള്ളമില്ല. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ ആ മനസാക്ഷിയുടെ പുറത്ത് ഞങ്ങൾക്ക് വെള്ളം തരുന്നുണ്ട്. അവരുടെ ഉപയോഗത്തിനുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് കോരി കൊണ്ടുവരിക. പിന്നെ ഈ മഴ പെയ്യുന്നതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒരാശ്രയമായി. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ പല ആവർത്തി ഇതിനു വേണ്ടിയുള്ള പരാതികൾ പറയുകയും എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇവരൊരു നടപടി സ്വീകരിക്കുന്നില്ല. ഈ വാട്ടർ അതോറിറ്റി എന്ന് വെച്ചാൽ ഞങ്ങളോട് അനായാസത തന്നെ കാണിക്കുക. അവർ ഞങ്ങളോട് കാണിക്കുന്നത് വെറും ക്രൂരതയാണ്. ഈ പാവപ്പെട്ട ഞങ്ങൾ എങ്ങോട്ട് പോകണം വെള്ളത്തിൽ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് A ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ടാപ്പുകളിലുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 13 ദിവസമായിട്ട് വെള്ളം ലഭിക്കാതെ ഇരുന്നിട്ടും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരോ പഞ്ചായത്തിലെ ആൾക്കാരോ അതിനകത്ത് ഇടപെട്ട് റോഡിലുള്ള സംവിധാനം, അതിൻ്റെ പുതിയ മീറ്റർ ബോർഡ് സ്ഥാപിക്കുന്നതിനോ പാനൽ ബോർഡിൻ്റെ വിങ്ങനം ചെയ്ത് വയർ ചെയ്യുന്നതിനോ ഉള്ള സംവിധാനം ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്.
പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മേരി ചെറിയാൻ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. പാനൽ ബോർഡ് വെക്കാൻ കത്തിപ്പോയായിരുന്നു. നമ്മൾ KCBയിൽ ഇൻഫോം ചെയ്ത് KCBയുടെ മീറ്റർ എനർജി മീറ്റർ കത്തിപ്പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇൻഫോം ചെയ്തപ്പോഴത്തേക്കും പുതിയ പാനൽ ബോർഡ് വെച്ച് മൊത്തം അവരുടെ ബോർഡ് വെക്കാനുള്ള ബോക്സും എല്ലാം മൊത്തം മാറാൻ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുത്താലേ കിട്ടത്തുള്ളൂ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാണ് വെള്ളം മറുപടി കിട്ടിയത്. അപ്പോൾ പിന്നെ 5-ാം തീയതി മുതൽ കോൺട്രാക്ടേഴ്സ് സ്ട്രൈക്കിലായിരുന്നു. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പാനൽ ബോർഡ് ചെയ്തു വരാനുള്ള താമസം കൊണ്ടാണ് ഇതുവരെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴയിൽ റോഡ് പുറമ്പോക്ക് കയ്യേറിയുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് വക്കിലെ വ്യാപാര സ്ഥാപനങ്ങളും പൊതുമരാമത്ത് വകുപ്പ് നീക്കം ചെയ്തു. ഒഴിപ്പിക്കൽ നടപടിക്കിടെ അമ്പലക്കടവിൽ നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ കൊമ്പുകോർത്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ചൽ സെക്ഷൻ പരിധിയിലുള്ള റോഡ് പുറമ്പോക്കിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കുളത്തൂപ്പുഴ അമ്പലക്കടവിലെ അനധികൃത കയ്യേറ്റങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒഴിപ്പിച്ചത്. 1ാം ഘട്ടമെന്ന രീതിയിൽ ആയൂരിൽ തുടങ്ങിയ ഒഴിപ്പിക്കൽ നടപടി അഞ്ചൽ പിന്നിട്ട് കുളത്തൂപ്പുഴയിലെത്തി. അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ, വ്യാപാര സ്ഥാപനങ്ങളുടെ ഇറക്കുകൾ, പുറമ്പോക്കിലെ കടകൾ എന്നിവയാണ് ഒഴിപ്പിക്കുന്നത്. കുളത്തൂപ്പുഴ ടൗൺ, UP സ്കൂൾ, KSRTC, മാർക്കറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ ബോർഡുകളും മറ്റും സംഘം നീക്കം ചെയ്തു. 6 മാസം മുൻപ് മരാമത്ത് വകുപ്പ് നോട്ടീസ് നൽകി കയ്യേറ്റക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ സമയം അനുവദിച്ചിരുന്നു. ഒഴിഞ്ഞുപോകാത്തവർക്ക് അന്തിമഘട്ടമായി ഒരാഴ്ച കൂടി സമയം അനുവദിച്ചിരുന്നു. തിങ്കളാഴ്ച ഈ അന്തിമ അവധിയും കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് സ്വന്തം നിലയിൽ ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയത്. അധികൃതർ അമ്പലക്കടവിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ സമീപത്തെ കെട്ടിടം പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് വാദിച്ച് ഒരു സംഘം ആളുകൾ രംഗത്ത് വന്നു. ഇത് പൊളിച്ചു നീക്കാതെ തങ്ങൾ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിയില്ലെന്ന് സ്ഥലവാസികൾ വ്യക്തമാക്കി. ഇത് അല്പനേരം വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇട നൽകി. തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയ ശേഷമാണ് ഇരുവശത്തെയും കയ്യേറ്റങ്ങൾ നീക്കം ചെയ്തത്. പൊതുമരാമത്ത് വകുപ്പ് അഞ്ചൽ സെക്ഷൻ AE ജ്യോതിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത്. ഫസ്റ്റ് ഫേസായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇതിനിടയ്ക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ടൊരു 1200ഓളം കടകളുടെ അനധികൃതമായിട്ടുള്ള ഇറക്കുകൾ, പിന്നെ ഒരു 50ഓളം അല്ലാതെ ഈ പുറമ്പോക്ക് സൈഡിൽ ഇറക്കി വെച്ച കടകൾ, 28ഓളം വസ്തു കയ്യേറ്റങ്ങൾ നമ്മൾ ഇതുവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള എല്ലാ ബോർഡുകളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിപ്പിച്ചിങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഏതൊക്കെ കയ്യേറ്റങ്ങളുണ്ടെന്ന് ഇങ്ങനെ നാട്ടുകാരും ആൾക്കാരും ഒക്കെ പറഞ്ഞതനുസരിച്ച് നമ്മൾ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഇനി സെക്കൻഡ് ഫേസായിട്ട് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആയൂർ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ശരിയായ രീതിയിൽ ഒഴിപ്പിച്ച് ഏരിയൊരു എത്തുകയുള്ളൂ. അപ്പോൾ ഈ കുളത്തൂപ്പുഴ ഒരുപാട് കയ്യേറ്റങ്ങളുണ്ടെന്ന് ഇവിടെയുള്ള പ്രദേശവാസികൾ എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ 6 മാസം മുമ്പ് തന്നെ നോട്ടീസ് കൊടുത്ത ആൾക്കാർക്കെല്ലാം നമ്മളൊരു വാണിംഗ് കൊടുത്തായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഇവിടെ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സ്വമേധയാ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ അത്രയും നല്ലതാണ്. കാര്യം ആ സാധനങ്ങളൊക്കെ അവർക്ക് വേറെ എവിടെയും കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഇന്ന് രാവിലെ വന്നപ്പോഴും പൂർണ്ണമായ രീതിയിൽ അവർ എടുത്ത് മാറ്റിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഒരു മൊബൈൽ ഫോണും ബൈക്കും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും കൊട്ടേഷൻ സംഘത്തിലെ അംഗമാകാനും അക്രമം കാട്ടാനുമുള്ള സ്ഥിതിവിശേഷമാണ് നാട്ടിലുള്ളതെന്ന് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. BMS നേതാവ് ഏരൂർ മോഹനന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് അഞ്ചലിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും തോട്ടം തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ഏരൂർ മോഹനന് കഴിഞ്ഞ ദിവസമാണ് മർദ്ദനമേറ്റത്. അഞ്ചൽ BEd സെന്ററിന് സമീപം BMS ഓഫീസിൽ നിന്ന് കമ്മിറ്റി കഴിഞ്ഞ് പുറത്തിറങ്ങവേ സ്ഥലത്ത് കാത്തുനിന്ന 3-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. ഇരുമ്പുവടി കൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. മോഹനന്റെ കാറും അക്രമികൾ തല്ലി തകർത്തു. അക്രമത്തിന് ശേഷം പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഏരൂർ പാണയം ട്രേഡ് ലാൻഡ് റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ഏരൂർ മോഹനൻ ഇടപെട്ടിരുന്നു. ഇതേ എസ്റ്റേറ്റിലെ മാനേജരായ സതീശനുമായി മോഹനന് അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മർദ്ദനം. മോഹനനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച അഞ്ചലിൽ BMS പ്രവർത്തകർ പ്രകടനം നടത്തി.
ചന്തമുക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആറോ ജംഗ്ഷൻ മുക്കട ജംഗ്ഷൻ വഴി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന യോഗം BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടേഷൻ സംഘങ്ങളായി മാറുന്ന അതപ്പതിക്കുന്ന സാഹചര്യമാണ്. ഒരു മൊബൈൽ ഫോണും ഒരു ബൈക്കും ഉണ്ടെങ്കിൽ കൊട്ടേഷൻ എടുത്ത് അതിന്റെ പേരിൽ പണം ഉണ്ടാക്കുവാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. സ്വാഭാവികമായി ഇന്നലെ ഉണ്ടായി സംഭവത്തിന് പിന്നിൽ പണം കാക്ഷിക്കുന്ന ആളുകൾ എസ്റ്റേറ്റ് ഉടമയുടെയും എസ്റ്റേറ്റ് മാനേജറുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മോഹനനെ ആക്രമിക്കുകയാണ് ചെയ്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് മാധവൻ പിള്ള അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് T രാജേന്ദ്രൻ പിള്ള, T അജിത് കുമാർ, പരിമണം ശശി, ശിവജി സുദർശനൻ, തോട്ടത്തിൽ ദിലീപ്, മഹേഷ്, സുരേഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ബലക്ഷയം ബാധിച്ചിട്ട് കാലങ്ങളായ കഴുതുരുട്ടി ഇരട്ടപ്പാലവും മുറിയൻ പാഞ്ചാൽ പാലവും പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമായി. അധികൃതരുടെ അനാസ്ഥ മൂലം ഇരുപാലങ്ങളും ദുർബലാവസ്ഥയിൽ തുടരുകയാണ്. അശാസ്ത്രീയമായാണ് ഇരുപാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ പലതും വന്ന കാലങ്ങളേറെയായിട്ടും ബലപ്പെടുത്തൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇരുപാലങ്ങളുടെയും കൈവരികൾ കുറച്ചുനാൾ മുമ്പ് പുനർനിർമ്മിച്ചിരുന്നു. അവയും ഇപ്പോൾ തകർന്ന നിലയിലാണ്. ചരക്കു വാഹനങ്ങളടക്കം ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം പലതവണ ഉയർന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുത്തിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. കഴുതുരുട്ടി ഇരട്ടപ്പാലത്തിൽ അപകടങ്ങൾ പതിവാണ്. അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ തൂണുകൾ തകർന്ന നിലയിലാണ്. തൂണുകളിൽ ആൽമരങ്ങൾ വളർന്നു തുടങ്ങിയിരിക്കുന്നു. പാലം അത് പുതുക്കിപ്പണിയേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ വീതി കുറഞ്ഞ ആ പാലത്തിൽ ഇപ്പോൾ നിരവധി അപകടങ്ങൾ തന്നെ ഉണ്ടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാത മെയിൻ്റനൻസ് പണികൾ പൂർത്തീകരിക്കുമ്പോഴും അവിടെ അശാസ്ത്രീയമായ നിലയിലാണ് സ്പീഡ് ബ്രേക്കറുകൾ ഇപ്പോൾ അവിടെ ആ പാലത്തിനോടനുബന്ധമായി വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്പീഡ് ബ്രേക്കറിൽ തന്നെ ചെറുവാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തന്നെ കഴുതുരുട്ടിയിൽ ഇരട്ടപ്പാലം എന്ന നിലയിൽ NH-ൽ തന്നെ വളരെ അശാസ്ത്രീയമായി നിർമ്മിച്ച പാലം അത് ഒറ്റപ്പാലമായി പണിയണം എന്ന നാട്ടുകാരുടെ ആവശ്യമുണ്ടായിട്ടുണ്ട്. നിരവധി അപകടങ്ങൾ ആ പാലങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കിഴക്കൻ മേഖലയെ ദേശീയപാത അധികാരികളും MPയും എല്ലാം ചേർന്ന് അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇരുപാലങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ പുതുക്കി പണിയണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് R പ്രദീപ് പറഞ്ഞു. അടിയന്തരമായി ദേശീയപാത അധികൃതർ ഈ പാലങ്ങൾ പുതുക്കി ദേശീയപാത നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാകും. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുനലൂരിൽ കല്ലടയാറിന്റെ തീരത്തെ സ്നാനഘട്ടം കുളിക്കാനെത്തുന്ന അയ്യപ്പന്മാർക്ക് അശുദ്ധി സമ്മാനിക്കുന്ന നിലയിലാണ്. TB ജംഗ്ഷനിലെ മാലിന്യങ്ങളുമായി ഒഴുകുന്ന ഓട അവസാനിക്കുന്നത് ഈ കുളിക്കടവിലാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സ്നാനഘട്ടത്തിൽ കുളിക്കാനെത്തുന്നവർക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ച ഓട തലവേദനയായിരിക്കുകയാണ്. ആറ്റിൽ മുങ്ങിയാൽ നിവരുമ്പോൾ തലയിൽ ഓടയിലെ മാലിന്യങ്ങളും ഉണ്ടാവും എന്നതാണ് അവസ്ഥ. പുനലൂർ നഗരത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കുളിക്കുന്നത് ഇവിടെയാണ്. ശബരിമല സീസണായാൽ ഭക്തരുടെ തിരക്കും വർദ്ധിക്കും. ഇവർക്കെല്ലാം വെല്ലുവിളിയായ ഓട മാറ്റി സ്ഥാപിക്കണമെന്ന നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. എന്നാൽ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമോ പദ്ധതി അംഗീകരിച്ചു നൽകിയ DTPC ഈ ആവശ്യം ചെവിക്കൊള്ളാത്തത് സ്നാനഘട്ടത്തിന്റെ ലക്ഷ്യം തന്നെ അട്ടിമറിക്കുകയാണ്. വൃശ്ചികമാസം 1-ാം തീയതി മുതൽ ഈ ശബരിമല സീസൺ ആകുമ്പോൾ അന്യ സംസ്ഥാനത്ത് അയ്യപ്പ ഭക്തന്മാർ തന്നെ ഇവിടെ വന്ന് കുളിക്കാൻ നേരത്ത് മനസ്സ് മടിച്ചാണ് കുളിക്കുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ചന്തയിൽ മേളി വെക്കുന്ന മീനിന്റെ ഹോട്ടലിലെല്ലാം വേസ്റ്റ് വന്ന് ഇവിടെ വന്ന് മറിയുകയും ഇവിടെ നിന്ന് വേണം കുളിക്കുകയും ചെയ്ത്. അങ്ങനെ കുളിക്കാതെ തിരിച്ച് അയ്യപ്പ ഭക്തന്മാർ തിരിച്ചു കയറി റെയിൽവേ സ്റ്റേഷന്റെ താഴെ വശത്ത് പോയി കുളിക്കും. അത് ഈ ഇവിടെ പണ്ട് ചെയർമാനായിട്ടിരുന്നപ്പോൾ ചെയർമാൻ സുരേഷ് കുമാർ സാർ പറഞ്ഞതാണ് ഇതിലെ ഇങ്ങനെ ഓട കെട്ടി ഇതിലെ അങ്ങ് പാലത്തിനടിയിൽ കൊണ്ടുവന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ട് പോയത് അദ്ദേഹം. ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റുകാർ കൊല്ലത്തുനിന്ന് വന്നപ്പോഴും ഞങ്ങളെല്ലാം കൂടി ചെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞ് ഇവിടുന്ന് മാറ്റി തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആരും ഇതൊരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യപ്പന്മാർക്ക് ശുദ്ധിയോടെ കുളിച്ചു കയറാൻ തയ്യാറാക്കിയ സ്നാനഘട്ടം അവരെ അശുദ്ധരാക്കുന്ന നിലയിലാണ് ഇപ്പോൾ. TB ജംഗ്ഷനിലെ കടകളിലെയും മത്സ്യവ്യാപാര സ്ഥാപനങ്ങളിലെയും ഹോട്ടലുകളിലെയും മാലിന്യങ്ങളും വിസർജ്യങ്ങളുമൊക്കെയാണ് ഒഴുകി കുളിക്കടവിലെത്തുന്നത്. ഓട കല്ലടയാറ്റിൽ പതിക്കുന്ന ഭാഗം കുളിക്കടവിന് താഴേക്ക് മാറ്റി പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ അധികൃതരുടെ വീണ്ടുവിചാരമില്ലായ്മ കുളിക്കാനെത്തുന്നവർക്ക് മലമൂത്ര വിസർജ്യങ്ങൾ കൂടി സൌജന്യമായി നൽകുന്ന നിലയിൽ എത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഏത് നിമിഷവും നിലംപൊത്താറായ കൂരയ്ക്കുള്ളിൽ നരക ജീവിതത്തിലാണ് വയോധിക മാതാവും രോഗിയായ മകളും. പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ തെക്കേത്തേരി ദർഭ പ്രദേശത്ത് താമസിക്കുന്ന ഈ നിർധന കുടുംബത്തിന്റെ ദുരവസ്ഥ അധികാരികൾ മറന്ന മട്ടാണ്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്.
മാനം കറുത്തു തുടങ്ങുമ്പോൾ ഈ വൃദ്ധമാതാവിന്റെ നെഞ്ചിൽ ഭയത്തിന്റെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടും. രോഗിയായ മകളെയും ചേർത്ത് പിടിച്ച് തൊഴുത്തിനേക്കാൾ വൃത്തിഹീനമായ കൂരയ്ക്കുള്ളിൽ കഴിയുന്നത് അടുത്ത പകൽ കാണുമെന്ന ഉറപ്പില്ലാതെയാണ്. പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ തെക്കേത്തെരി ദർഭയിൽ നരിക്കോട് പെരുമുറ്റത്ത് വീട്ടിൽ 72-കാരിയായ ശലോമി എന്ന വൃദ്ധമാതാവാണ് രോഗിയായ മകൾ 45-കാരി മേരിക്കുട്ടിയോടൊപ്പം ടാർപ്പയും ചാക്കുകളും മറച്ച കൂരയ്ക്കുള്ളിൽ കഴിയുന്നത്. 14 സെന്റ് ഭൂമി സ്വന്തമായി ഉണ്ടെങ്കിലും അതിനുള്ളിൽ ഒരു കൂര നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കില്ല. മുൻപ് റോഡിനോട് ചേർന്നായിരുന്നു ഇവരുടെ പുരയിടം. എന്നാൽ റോഡ് പുനർനിർമ്മിച്ചപ്പോൾ ഇവരുടെ വസ്തു റോഡിൽ നിന്നും ഏറെ ഉയരത്തിലായി. 15 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ശലോമിക്ക് വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല. EMS ഭവന പദ്ധതി പ്രകാരം വീട് വെക്കാൻ തുക അനുവദിച്ചെങ്കിലും പുരയിടത്തിൽ നിന്ന് മണ്ണു മാറ്റാനുള്ള ശ്രമം പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. പിന്നെ പഞ്ചായത്തിൽ ഒത്തിരി തവണത്തെന്ന് പറഞ്ഞപ്പം പറഞ്ഞു മണ്ണെടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെങ്കിലും വീട് വെക്കണമെന്നും പറഞ്ഞിരുന്നായിരുന്നു. കഴിഞ്ഞ ഇപ്പൊ ഒന്നിനും പാനൊന്നും വയ്യ, ഇപ്പം വയ്യാതിരിക്കുക. മകക്കിന് ജോലിക്കൊന്നും പോവുകയില്ല. സമയബന്ധിതമായി പണി തുടങ്ങാൻ സാധിക്കാത്തതിനാൽ അന്ന് അനുവദിച്ച തുകയും നഷ്ടമായി. തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് ഈ വയോധിക ക്ഷയരോഗിയും അവിവാഹിതയുമായ മകളെ പോറ്റുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഈ അമ്മ ജോലിക്കും പോകുന്നില്ല. ഇതോടെ നിത്യവൃത്തിക്കോ മരുന്ന് വാങ്ങാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് ഈ നിർധന കുടുംബം. മണ്ണെടുത്ത് എന്നാൽ അത് പഞ്ചായത്ത് മെമ്പറൊക്കെ എന്നോട് പറഞ്ഞു. അതുപോലെ പഞ്ചായത്ത് മുൻ മെമ്പർമാരും പറഞ്ഞു മണ്ണെടുത്ത് കിട്ടിയാൽ നമുക്ക് എങ്ങനെ വീടെടുത്തായിരുന്നാലും ഈ വീട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം ഇവിടെ കിടക്കുന്ന വെച്ചാൽ ഒരു തള്ളയും മോളും മാത്രമേ ഉള്ളൂ. മഴ വന്നാലും ഏത് രീതിയിലായാലും ഇപ്പം ഇടിയും കാറ്റും ഒക്കെ ആയിരുന്നാലും ഇവിടെ ഇപ്പം 2-3 ആടുണ്ട്. അതിൻ്റെ ആശ്രയത്തിൽ അവർ കഴിയുന്നു. പൈസയ്ക്ക് വരുമ്പോൾ ഒന്നിനെ അങ്ങോട്ട് പിടിച്ചു കൊടുക്കും. അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിയുന്നത്. അല്ല ഇപ്പം തള്ളയ്ക്ക് ഇപ്പം ജോലിക്കൊന്നും പോകാൻ വയ്യ. മോളെന്ന് പറഞ്ഞാൽ ഒരു TB രോഗിയാണ്. വർഷങ്ങളായിട്ട് ആ ചികിത്സയിലായി ഇപ്പോഴും. സർക്കാർ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും ഇവർക്ക് അനുകൂലമാകുമ്പോഴും ജനപ്രതിനിധികളും പഞ്ചായത്തും ഇവരെ അവഗണിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളെ വീട് കയറി വന്നപ്പോഴാണ് ഈ സ്ഥിതി കണ്ടത്. ഒന്ന് ഭയങ്കര ഗതികേടായിരുന്നു. ഈ ടാർപ്പൊക്കെ താഴെ വീണ് കിടന്ന് പിന്നെ ഇപ്പം അവർ വലിച്ചു കെട്ടി. ഇപ്പം ഇതാ അവസ്ഥ. അതിനകത്ത് നോക്കിയാൽ അതിനകത്ത് ഒന്ന് ചുരുണ്ട് കിടക്കാൻ പോലുമുള്ള അവസ്ഥയില്ല. അന്നേരം എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുത്ത് മാറ്റിയാൽ നാട്ടുകാരുടെ സഹായം കൊണ്ട് എങ്ങനെ അവർക്കൊരു കയറി കിടക്കാനുള്ളൊരു സാഹചര്യം നാട്ടുകാരായി ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കുളത്തൂപ്പുഴ വെങ്കിട്ടമൂട് ചതുപ്പ് പ്രദേശത്ത് വൈദ്യുതി വെളിച്ചമെത്തി. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് വൈദ്യുതീകരണം പൂർത്തിയായത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ വേങ്കിട്ടമൂട് ചതുപ്പ് നിവാസികളുടെ ദശാബ്ദങ്ങളുടെ വൈദ്യുതി എന്ന സ്വപ്നമാണ് ഒടുവിൽ പൂവണിഞ്ഞത്. രാജീവ് ഗാന്ധി ഗ്രാമീൺ റോസ്കർ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രദേശത്ത് വൈദ്യുതി എത്തിച്ചത്. വനം വകുപ്പിന്റെയും RPL അധികൃതരുടെയും തടസ്സവാദങ്ങളെ തുടർന്ന് വെങ്കിട്ടമൂട് പ്രദേശത്തെ വൈദ്യുതീകരണം വർഷങ്ങളായി ഫയലിലൊതുങ്ങിയിരുന്നു. ഒടുവിൽ പ്രദേശവാസികളായ 5 കുടുംബങ്ങൾ തങ്ങളുടെ ഭൂമിയിലൂടെ വൈദ്യുതി വലിക്കുന്നതിന് ആവശ്യമായ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതോടെയാണ് പ്രദേശത്തെ വൈദ്യുതി എന്ന സ്വപ്നം പൂവണിഞ്ഞത്. വേങ്കിട്ടമൂട് ചതുപ്പിൽ നടന്ന ചടങ്ങിൽ റോയി ഉമ്മൻ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചിരകാല സ്വപ്നമായ ഇലക്ട്രിസിറ്റി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിന് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച ഇവിടുത്തെ വനിതകളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി പോസ്റ്റ് ഇട്ട് ലൈൻ വലിക്കുന്നതിന് വേണ്ടി ഇവരെ സഹായിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നാട്ടുകാരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് തകർന്നു. വശങ്ങളിടിഞ്ഞ് വിള്ളൽ വീണ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം റെയിൽവേ നിർത്തിവെച്ചു. ഇതോടെ പുനലൂരിലെ FCIയിലേക്കുള്ള ധാന്യച്ചരക്കുകളുടെ വരവും വിതരണവും നിലച്ചു. ടൌണിൽ നിന്നും പുനലൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്കുള്ള റെയിൽവേ റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത്. ചൌക്കയിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിനോട് ചേർന്ന് അശാസ്ത്രീയമായി മണ്ണെടുത്തതും തുടർച്ചയായ മഴയും കാരണം വശമിടിഞ്ഞതിനെ തുടർന്ന് റോഡിൽ വിള്ളൽ വീണ് അപകടാവസ്ഥയുണ്ടായി. ഇതോടെ റോഡിലൂടെയുള്ള ഗതാഗതം റെയിൽവേ നിർത്തിവെച്ചു. വിള്ളൽ വീണ ഭാഗത്ത് മണ്ണിട്ട് ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുകയായിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങിയതോടെ പുനലൂർ FCIയിലേക്കുള്ള ചരക്ക് നീക്കവും ധാന്യ കയറ്റുമതിയും നിലച്ചു. FCIയിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നത് ലോറികളിൽ ഇതുവഴിയാണ്. ധാന്യങ്ങൾ കൊണ്ടുവരുന്നതിനും കടത്തുന്നതിനും മറ്റ് സമാന്തര പാതകൾ ഇല്ലാത്തതിനാൽ ഇത് FCIയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മധുരപ്പ വഞ്ചിമുക്ക് വിളയിൽ ഭാഗം റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ ഇനിയും നടപടിയായില്ല. 9 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും റോഡിന്റെ നവീകരണം അനന്തമായി നീളുകയാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മധുരപ്പ വഞ്ചിപ്പെട്ടി വിളയിൽ ഭാഗം റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 15 വർഷം മുൻപാണ് റോഡ് ആദ്യമായി ടാർ ചെയ്തത്.
അതിനുശേഷം റോഡ് ഇതുവരെയും ടാർ ചെയ്തിട്ടില്ല. മഴക്കാലമായാൽ റോഡ് ചെളിക്കെട്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം റോഡ് നവീകരണത്തിനായി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ അനുവദിച്ചു. റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും 500 മീറ്ററോളം ഭാഗത്ത് മെറ്റൽ നിരത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മഴക്കാലമായതോടെ വെള്ളം കെട്ടി റോഡിലിട്ട മെറ്റൽ ഒലിച്ചു പോവുകയാണ്. മെറ്റൽ ഇളകി മാറിയതോടെ വഴി നടക്കാനും വാഹനങ്ങൾ കടന്നു പോകാനും ബുദ്ധിമുട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഒരു വർഷങ്ങളായി റോഡ് ഇങ്ങനെ നശിച്ചു കിടക്കുക, നടക്കാൻ പോലും വയ്യാത്തൊരു രൂപത്തിൽ കിടക്കുമായിരുന്നു റോഡുകളെ. അങ്ങനെ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരോടും നമ്മൾ വിവരങ്ങൾ പറഞ്ഞിരുന്നു. MLAയോട് പറഞ്ഞിരുന്നു, മെമ്പറോട് പറഞ്ഞിരുന്നു, പിന്നെ ഇവിടുത്തെ മാസം സാറിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവരൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് കുറേ മെറ്റലൊക്കെ കൊണ്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പണി തുടങ്ങി. 2 ദിവസമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പണിഞ്ഞു അവർ വാരിക്കെട്ടിയങ്ങ് കൊണ്ടുപോയി. ഇപ്പോഴത്തെ അറിവെന്ന് പറഞ്ഞാൽ ഒരു റോഡ് പണിയുമ്പോൾ ഒരു കൺവീനിയൻ്റ് വേണമെന്നും അതില്ലാതെ പണിഞ്ഞു എന്നും അങ്ങനെ ശോചനാവസ്ഥ കിടക്കുമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ അറിവ്. അതിനെങ്കിലും അത് പുനരുദ്ധാരണമായിട്ട് പണിയണമെന്ന് പലരോടും നമ്മൾ പറഞ്ഞിട്ട് അവർ ശരിക്കും പണി തരുന്നതുമില്ല. പണിയേണ്ട നമുക്ക് അത്യാവശ്യമാണ്. നശിച്ചു കിടക്കുന്ന ബുദ്ധിമുട്ടില്ലയോ, വണ്ടി പോകാനും ബുദ്ധിമുട്ട്. ചില സാങ്കേതിക കാരണങ്ങളാലാണ് നിർമ്മാണം തടസ്സപ്പെട്ടതെന്നാണ് അധികൃതരുടെ വിശദീകരണം. റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുത തൂണിലിടിച്ച് അപകടം. വാഹനം കല്ലടയാറ്റിലേക്ക് പതിക്കാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർസംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ മൈലമ്മൂട്ടിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. നിയന്ത്രണം വിട്ട വാഹനം സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നതിനാൽ കല്ലടയാറ്റിലേക്ക് പതിക്കാതെ ദുരന്തം ഒഴിവായി. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. KCB ജീവനക്കാരുടെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട വാഹനം JCBയുടെ സഹായത്തോടെ നീക്കം ചെയ്ത ശേഷം പോസ്റ്റുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂർ വാളക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായി. പെരുന്നാൾ 10-ന് സമാപിക്കും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മത്യാസ് റമ്പാൻ കോർ എപ്പിസ്കോപ്പയുടെയും ഇടവക വികാരി G. കോശി ഒറ്റപ്ലാമൂട്ടിലുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പെരുന്നാൾ കൊടിയേറ്റം നടന്നത്. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 10-ന് വൈകിട്ട് 6:30-ന് റാസ് നടക്കും. 11-ന് ഞായറാഴ്ച കൺവെൻഷൻ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാർഹിക പീഡനം നടക്കാത്ത ഒരു വീട് പോലും ലോകത്തില്ലെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എബ്രഹാം മാത്യു. മൊബൈൽ ഫോണും ബൈക്കുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും കൊട്ടേഷൻ സംഘത്തിലെ അംഗമാകാനും അക്രമം നടത്താനുമുള്ള സ്ഥിതിവിശേഷമാണ് നാട്ടിലുള്ളതെന്ന് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ചന്ദ്രശേഖരൻ. വാഹനരേഖകൾ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഉടമകളിൽ നിന്നും പണം തട്ടിയ RT ഏജന്റിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളത്തൂപ്പുഴയിലെ അനധികൃത റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി തുടങ്ങി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.